നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന
ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. നിങ്ങൾ പോയി ജോഷുവയോടും മോസസിനോടും പറഞ്ഞ ദൈവം, വിശേഷത്തിൻ്റെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ വിടുന്നു എന്നതിനേക്കാളുപരി ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് മുമ്പേ പോവുകയും ചെയ്യും. കർത്താവ് ഇതിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരനെ നയിക്കുവാമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആധ്യാത്മിക ജീവിതവും ദൈവ വളർച്ചയും, ദൈവ വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വളർച്ചയല്ല, നമ്മളിലുള്ള ദൈവത്തിൻ്റെ വളർച്ച. ദൈവത്തെക്കുറിച്ച് അറിയുകയും അറിയുന്നതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അവിടെ അവലംബം വെക്കും, ആശ്രയിക്കും. അതനുസരിച്ച് നമുക്ക് ഒരു ഔട്ട്കം കിട്ടും, ഒരു റിസൾട്ട് കിട്ടും, ഒരു ബലം കിട്ടും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വളരുന്നത്. ദൈവവിശ്വാസം കൃപാസനത്തിൻ്റെ ഒരു അപ്രോച്ച് രീതി അതാണ്. അതായത് നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ തനത് ഫലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ദൈവാനുഭവത്തിൽ നിന്നാണ് നമ്മുടെ ഉടമ്പടിയുടെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉള്ളതായിട്ട് ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തുന്നത്. സൊല്യൂഷൻ വെച്ചാൽ പരിഹാരം ഉള്ളതായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പറഞ്ഞ ഏറ്റവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഇപ്പം വിശ്വാസത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർ കേവലമായിട്ട് ഒരിക്കലും നിൽക്കത്തില്ല. വിശ്വാസം ഇങ്ങനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക, ശക്തി പ്രാപിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഈ ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട്, ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. അപ്പോൾ ഈ 65 വയസ്സിൻ്റെ വിശ്വാസമാണ് ഇത് ലെവൽ വേണ്ടത്. പക്ഷേ ജീവിതമായത് കാരണം നമുക്ക് 65 വയസ്സുകാരന് 70 വയസ്സിൻ്റെ വിശ്വാസം. എങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞ കുതിര ജീവിതമാകുന്ന വണ്ടിയുടെ മുമ്പിലുണ്ടാകണം. വിശ്വാസമില്ല നമ്മൾ വലിച്ചുകൊണ്ട് പോണത്. അപ്പോൾ വണ്ടിയുടെ പുറകിലാണ് കുതിരയെങ്കിൽ എന്തു ചെയ്യും? കുതിരക്കും ഗുണമില്ല, വണ്ടിക്കും ഗുണമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ക്രോണോളജിക്കൽ ഇയറിനെ കവർ ചെയ്ത് കയറി നിൽക്കണം വിശ്വാസ വർഷം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫെയ്ത്ത് ഇയർ എപ്പോഴും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജിംനേഷ്യത്തിൽ നമ്മൾ വർക്കൗട്ട് എന്നാണ് പറയണത്. ആധ്യാത്മിക ജീവിതത്തിലും ഈ വർക്കൗട്ടുണ്ട്. വർക്കൗട്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വർക്കൗട്ട് പറഞ്ഞില്ലേ നിങ്ങളോട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ എല്ലാ ജനതകളുടെ മുമ്പിൽ ഉന്നതനാക്കും എന്ന് പറയുന്ന ദൈവം ഉടനെ ചെയ്യണേ എന്താ? വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ജോഷുവാനെ, ഇല്ലേ? എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും. വെള്ളപ്പൊക്കത്തിലൂടെ ഗത്രു ചെയ്യാൻ പറയും. അപ്പോൾ ഗത്രു ചെയ്യാൻ പറയുമ്പോൾ വെള്ളപ്പൊക്കം കണ്ടാൽ ഭീരുവായി പിന്തിരിഞ്ഞു ഓടാതിരിക്കാൻ പറയും. ശക്തനായിരിക്കണം, ധീരനായിരിക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ശക്തനും ധീരനുമായിരിക്കുക. അതിനർത്ഥം വെള്ളപ്പൊക്കം മുമ്പിൽ കണ്ടുകൊണ്ടാണ്, ജോർദാൻ നദി കരകവിഞ്ഞ് കൊയ്ത്തുകാലത്ത് ഒഴുകുന്നത് കണ്ടുകൊണ്ടാണ് ശക്തനും ധീരനുമായിരിക്കണം, അല്ലെങ്കിൽ നീ പകച്ചു പോകുമെന്ന് പറയണം. അപ്പോൾ ഓരോ രോഗങ്ങളും കടങ്ങളും ഉറ്റവരുടെ വേർപാടും മരണവും ഒക്കെ സംഭവിക്കും. നമുക്ക് മുമ്പിൽ എന്തും സംഭവിക്കാം. ജീവിതം അതിൻ്റെ സ്വഭാവ ചേഷ്ടകളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പിന്തിരിഞ്ഞ് ഓടാതിരിക്കാനാണ് ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് കാരണം? നിന്നെ ഇതുവരെ നയിച്ച ദൈവം നിൻ്റെ മുമ്പേ പോകുന്നുണ്ടെന്ന്.
വെള്ളപ്പൊക്കം അല്ല മുമ്പിൽ, ദൈവമാണെന്ന് ഓർക്കണം. നമ്മൾ പക്ഷെ കാണുന്ന വെള്ളപ്പൊക്കത്തെ ആയിരിക്കും. ഈ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് ഇടയ്ക്ക് കാണാത്ത ദൈവത്തെ കാണുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. ആ വചനം ഒന്നൊരു വായിച്ച്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പം ഈ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അപ്പം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യാനുള്ളത്. ആദ്യമേ തന്നെ ഈ കൃപാസനത്തിൻ്റെ പരിശുദ്ധമായ അൾത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തോടെ വന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കാൻ സാധിച്ചു തന്നെ ഓർത്ത് ഒരുപാട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയണം. എൻ്റെ പേര് ജെയിൻ ജോണി, ഹസ്ബൻഡ് TD ജോണി, മക്കൾ ആൽവിൻ ജോണി, അഞ്ജു ജോണി, ആഷ്ന ജോണി. ഞാൻ 2022 ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായി വന്നത്. ഞാൻ ആദ്യമായി വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുക്കുന്നില്ല, ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് പോരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഉടമ്പടി എടുക്കാനാണ് പോയത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ 6 നിയോഗങ്ങൾ ഞാനും എഴുതി. എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ 6 നിയോഗങ്ങൾ ഞാൻ വെച്ച് അതിനുശേഷം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയി. അതിനുശേഷമാണ് ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചത്. പിന്നെ എന്നും പള്ളിയിൽ പോകും, കുമ്പസാരം, കുർബാന, അതായത് ഉടമ്പടിയിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാം ഞാൻ അതേപടി അനുഷ്ഠിച്ചു പോന്നു. ആദ്യമേ തന്നെ എനിക്ക് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ച് പറഞ്ഞു, നമ്മുടെ മെയിൻ കേസ് വിധിയായിട്ടോ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അന്ന് ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചപ്പോൾ ഈ കേസിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. സത്യം പറയുകയാണെങ്കിൽ മറന്നുപോയി. അത് ആ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതേ മറന്നുപോയി. ഇവിടെ വരുന്നത് വരെ എനിക്ക് ഈ കേസിനെ കുറിച്ചുള്ള ഒരുപാട് വിഷമത്തിലായിരുന്നു. പക്ഷെ നിയോഗത്തിൽ ഞാനത് വെക്കാൻ മറന്നുപോയി. ഞാൻ മറന്നെങ്കിലും അമ്മമാതാവ് അത് മറന്നില്ല. എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവ് തിരുക്കുമാരനിൽ നിന്ന് എനിക്ക് സാധിച്ചു കിട്ടിയത്. വളരെ സന്തോഷമായി. ഞാൻ പ്രയർ റൂമിൽ ചെന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ മറന്നാലും മാതാവ് എന്നെ ഓർത്തുല്ലോ എന്നതിൽ. പിന്നീട് അങ്ങോട്ട് ഉടമ്പടിയിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചതാണ് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന. അതായത് ഒരു പ്രാവശ്യം വരുമ്പോൾ ഇടത് സൈഡാണെങ്കിൽ അത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും. അതിനുശേഷം അത് മാറിക്കഴിയുമ്പോൾ ഇപ്പുറത്ത് വലത് സൈഡിൽ തലവേദന. അങ്ങനെ അത് ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് എനിക്കത് മുടങ്ങാതെയുണ്ട്. കുറച്ച് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം വീണ്ടും തലവേദന വരും. അങ്ങനെയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അറിഞ്ഞില്ല എൻ്റെ തലവേദന മാറിയത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ യാത്രയ്ക്കൊക്കെ പോയി വരുമ്പോൾ, സാധാരണ യാത്രയ്ക്ക് പോയി വരുമ്പോൾ എനിക്ക് നല്ല തലവേദനയോടെയാണ് ഞാൻ വീട്ടിലേക്ക് വരാം. ഉറങ്ങിയാലും ആ തലവേദന മാറില്ലായിരുന്നു. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അല്ലേ എൻ്റെ തലവേദന മാറിയില്ലോ എന്നുള്ളത്. അപ്പോഴും മാതാവ് എനിക്ക് എൻ്റെ തലവേദന മാറ്റി തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചിരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് 2 പ്ലോട്ട് സ്ഥലമുണ്ട് വിൽക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആധാരം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ജോസപ്പച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ ആധാരം അൾത്താരയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തന്നു. 4 കാശ് രൂപം തന്നു. അത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി 4 അതിർത്തികളിലും കുഴിച്ചിടാൻ പറഞ്ഞു. അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ സ്ഥലത്ത് പോയി കാശ് രൂപം പ്രാർത്ഥിച്ച് കുഴിച്ചിട്ടു. കുറച്ച് ദിവസം 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കതിൽ ഒരു ഫ്ലോട്ട് വിൽക്കുവാൻ സാധിച്ചു. അത് യാതൊരു മീഡിയേറ്ററും ഇല്ലാതെയാണ്
ഞങ്ങൾക്ക് നേരിട്ടാണ് അത് വിൽക്കുവാൻ സാധിച്ചത്. അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കൊടാനുകൂടി നന്ദി പറയണം. പിന്നെ എൻ്റെ മകൻ ഈ സമയങ്ങളിൽ UK ജോലി ചെയ്യായിരുന്നു. പഠനം കഴിഞ്ഞ് അവൻ വിസയ്ക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പം അവൻ വിസയ്ക്ക് നോക്കുമ്പോൾ 7 ലക്ഷം തുടങ്ങി 14 ലക്ഷം വരെ പറയുന്ന ഏജൻസിക്കാർ. അപ്പോൾ അവൻ പപ്പയുടെ അടുത്ത് പറഞ്ഞപ്പം അത്രയും രൂപ നമ്മുടെ കയ്യിൽ ആ ടൈമിൽ എടുക്കാനില്ലാത്തതുകൊണ്ട് അവൻ സ്റ്റേ ബാക്ക് 2 വർഷത്തേക്കുള്ള വിസ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് വിസ തരണമേ എന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഉടനെ തന്നെ അവനൊരു ഇൻ്റർവ്യൂ വരികയും അവൻ അതിൽ അറ്റൻഡ് ചെയ്ത് അവന് അതിൽ പാസ്സാവുകയും അവന് സാധാരണ രീതിയിൽ വിസ അവന് 5 വർഷത്തേക്ക് അടിച്ചു കിട്ടി. പിന്നെ മകൾ 5 ജോണി, അവൾ ആ ടൈമിൽ BC ഒപ്റ്റോമെട്രി കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചു, അമ്മേ മാതാവേ അവൾക്ക് ഇത് കഴിയുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ അവൾക്കൊരു ജോലി കിട്ടണേ, വലിയ ജോലിയെങ്കിലും ഒരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവളുടെ ഇൻറ്റേൺഷിപ്പ് അവസാന നാളുകളിൽ അവർക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നു. അവളത് അറ്റൻഡ് ചെയ്തു. അന്നേ ദിവസം ഇൻ്റർവ്യൂവിൽ അവൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. അങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാതെ അവൾക്ക് ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ 2 വർഷം പൂർത്തിയായിരിക്കുന്നു. പിന്നെ ചെറിയ മകള് +2 കഴിഞ്ഞ് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ദേശത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾക്ക് അഡ്മിഷൻ എടുത്തു. അവൾക്കും ഇതുപോലെ തന്നെ നന്നായി നിയോഗത്തിൽ വെച്ചു. അവളുടെ എക്സാമൊക്കെ നന്നായിട്ട് തോൽക്കാതെ അപ്പോൾ തന്നെ പാസ്സായി വരാനായിട്ട്. അതുപോലെ തന്നെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ട് അവൾക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ മൊഡ്യൂളും നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാവാൻ സാധിച്ചു. അതുപോലെ തന്നെ അവൾ പറയും, അമ്മേ എൻ്റെ മെറിറ്റ് അല്ലാട്ടോ എന്നുള്ളത് മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണ്. അവൾക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം ശരിയായി. പക്ഷേ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ടൈമിൽ എല്ലാം റെഡിയാവും. അങ്ങനെ അവൾ ജർമ്മനിയിൽ പോയി. ഇപ്പോൾ 2 വർഷം തികഞ്ഞ് അവൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തിരിച്ചെത്തി. അപ്പം ഞാൻ 2024 ഇതെല്ലാം ഈ കിട്ടിയ നന്മകളെല്ലാം ഞാൻ അലക്സച്ചനെ കാണിച്ചിരുന്നു. അപ്പോൾ അലക്സച്ചൻ പറഞ്ഞു, മക്കൾ വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു പോയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ മക്കൾ 2 പേരും കൂടി ഒന്നിച്ചെന്ന് വരും, അപ്പോൾ ഇനി സാക്ഷ്യം പറയാൻ നീളല്ലേ. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ഒന്നിച്ച് മക്കളും ഭർത്താവും കൂടി ഒരുമിച്ച് സാക്ഷ്യം പറയാൻ സാധിക്കണേ എന്നുള്ളത്. പക്ഷെ തമ്പുരാൻ, മകന് ജാനുവരിയിലെ ലീവ്, മകൾക്ക് ഓഗസ്റ്റിലെ ലീവ്, എങ്കിലും മകന് വരും പറ്റുമെന്ന് അറിയില്ല. പക്ഷേ മാതാവ് അത് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് 2 പേർക്കും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ, ഒരാൾക്ക് 4 ആഴ്ചയും ഒരാൾക്ക് 3 ആഴ്ചയും ലീവ് കൊടുത്ത് 2 പേരും എത്തി. മകൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ അവന് അവന് ഔട്ടിങ്ങിനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുള്ള മകനാണ്. അപ്പം അവിടെ പോണേക്കാളും മുന്നേ ഏറ്റവും ആദ്യം കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞങ്ങൾ പുറത്തേക്ക് പോകുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി തന്നതാണ് ഞങ്ങൾക്ക് 5 പേർക്കും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ളത്. ഇതിന് അമ്മയ്ക്കും തിരുക്കമ്മനോടും കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പത്രം ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ പത്രം ഓരോരുത്തരുടെ കയ്യിലേ കൊടുക്കുള്ളൂ, എവിടെയും വെച്ച് പോകില്ല. കൊടുത്തിട്ടേ ഞാൻ എത്ര സമയമായാലും വീട്ടിൽ എത്തുകയുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞ് പിന്നെ കുർബാന, കുമ്പസാരം, ജപമാല എല്ലാം ഉടമ്പടിയിലൂടെ തന്നെ ജീവിക്കുന്നു. ഭർത്താവും മക്കളും അവരുടെ പിന്നെ മറ്റ് വീട്ടിൽ ആര് സഹായ അഭ്യർത്ഥനയായി വന്നു കഴിഞ്ഞാലും ഫുഡായാലും പൈസ കൊണ്ടായാലും ഫുഡ് ഒരിക്കലും ഒരാൾക്കും കൊടുക്കാതെ ഞങ്ങൾ വിട്ടയച്ചിട്ടില്ല. പൈസ അർഹതയുള്ളവർക്ക് അത് ഞങ്ങൾ അന്യൽ കവിഞ്ഞത് ഞാനും ഹസ്ബൻഡും മക്കളായാലും അവർക്ക് ഇതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അവരാരെ വേണമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ ഒരു മടിയുമില്ല. പിന്നെ അടുത്തുള്ള ഞങ്ങൾക്കൊരു കൃപാഭവനുണ്ട്, അവിടെ പോയി അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വൃദ്ധസദനിൽ പോയിട്ടുണ്ട്, പിന്നെ രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ
പിന്നെ മകൾക്ക് ഈ രണ്ടാമത്തെ മകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവളും ഉടമ്പടിയിലൂടെ ജീവിക്കുകയാണ്. അവളുടെ നിയോഗങ്ങളും അവൾ വെച്ചിട്ടുണ്ട്. അവളും അടുത്ത് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. ഇതെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. അഷ്ന ജോണി, ഞാനാണ് ജർമ്മനിയിൽ നിന്ന് ലീവിന് വന്നിട്ടുള്ളത്. ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയത് 2022 ജൂൺ ബാച്ചായിരുന്നു. അന്ന് തുടങ്ങി ജൂൺ തൊട്ടുള്ള 1.5 വർഷത്തിനുള്ളിൽ ഞാൻ ജർമ്മനിയിലേക്ക് കയറിപ്പോയി. എനിക്ക് ഒരു തടസ്സം ഒന്നിനും വന്നിട്ടില്ല. എക്സാമുകളായാലും എല്ലാം കറക്റ്റ് സമയത്തിന് പാസ്സായിപ്പോയി. വിസയ്ക്ക് ഒരു തടസ്സം വന്നിട്ടുണ്ടായിരുന്നില്ല. ഭാഷയാണേലും അവിടെ ചെന്നതിന് ശേഷം ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല. ആരോട് ചോദിച്ചാലും തിരിച്ച് നന്നായിട്ട് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാം മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര ജോസ്. ഞാൻ തിരുവനന്തപുരം നേറ്റുങ്കര രൂപത മുള്ളുവള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരി 21 ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ജോലിയായിരുന്നു എൻ്റെ മെയിൻ വിഷയം. അത് ചേച്ചിക്ക് ജോലി കിട്ടി ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ മാതാവ് എനിക്കായിട്ട് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് പഠിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് കോഴ്സ് എടുക്കണം എന്നെനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പുതുക്കലിന് വന്നപ്പോഴേക്കും ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് അതെനിക്ക് തിരഞ്ഞെടുത്ത് തരണമെന്ന് ഞാൻ മാതാവിനോട് ഈശോയോട് പറഞ്ഞുകൊണ്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഓരോ കുട്ടികൾ ഓരോന്ന് പഠിക്കാനൊക്കെ കയറി. ഞാൻ മാത്രം ഇതുവരെ തീരുമാനമാവാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചു, നീ അടുത്ത് എന്ത് പഠിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് തന്നെ നോക്കണമെന്നാണ് ആഗ്രഹമെന്ന്. അപ്പോഴേക്കും ചേച്ചി എൻ്റെ അടുത്ത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ചേച്ചി മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ചേച്ചി അവിടുത്തെ HR നമ്പർ എനിക്ക് തന്നു. പക്ഷേ എനിക്ക് വിളിക്കാൻ ഒരു മടിയായിരുന്നു. കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും നമ്മളവിടെ പഠിപ്പിക്കും. അതുകൊണ്ട് ആദ്യം ഇത് മാതാവ് ഈശോൻ തന്നതാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ദിവസം വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്കെന്ന വചനം, കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവൻ്റെ കൂടെ ഇറങ്ങി ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട എന്നായിരുന്നു. അതായത് ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്നൊരു മെസ്സേജാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് അവരെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷേ എനിക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആ ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫീസ് അടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചു. അങ്ങനെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വിളിക്കണോ വേണ്ടേന്ന് കൺഫ്യൂഷൻ. മാതാവ് ഈശോൻ തന്നതാണെന്ന് എങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, ഇത് മാതാവ് ഈശോ എനിക്ക് തന്നതാണെന്നുണ്ടെങ്കിൽ നാളെ അവരെന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്ന്. ഭയങ്കര അത്ഭുതം എന്ന് പറയണം. തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചില്ല, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ്, അടുത്ത ബാച്ച് തുടങ്ങാൻ ടൈമായി, അഡ്മിഷൻ എടുക്കുന്നില്ലേ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അഡ്മിഷൻ എടുത്തു. അങ്ങനെ മെഡിക്കൽ കോഡിങ്ങിന് ജോയിൻ ചെയ്തു. പക്ഷെ പിന്നെ മാതാവിൻ്റെ ഈശോയുടെ കൃപ കൊണ്ട് കോഴ്സൊക്കെ പാസ്സായി. അതിനുശേഷം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സാം ഉണ്ട്. അപ്പോൾ അത് CPC, അത് 65,000 രൂപയാണ് ആ എക്സാം മാത്രം. ആ എക്സാം എഴുതാതെ നമുക്ക് കയറാം ജോലിക്ക്, പക്ഷെ അതുകൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്. അങ്ങനെ അത് എഴുതാൻ വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷേ ക്യാഷ് അടയ്ക്കാൻ ആ സമയത്ത് എൻ്റെ ചേച്ചി സിംഗപ്പൂർ പോകുന്നതുകൊണ്ട് വീണ്ടും ക്യാഷ് എല്ലാം അതിലോട്ട് ഇട്ടതുകൊണ്ട് ക്യാഷ് ഒന്നുമില്ല ഫീസ് അടയ്ക്കാൻ. അങ്ങനെ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു, ക്യാഷ് ഒന്നും റെഡി ആവുന്നില്ല. അങ്ങനെ ഒന്നും ആവുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോഴേക്കും എനിക്ക് ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ഇടാൻ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ മനസ്സിൽ തോന്നി. അങ്ങനെ തന്നെ ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ ഇട്ട ഉടനെ തന്നെ അന്ന് ഉച്ചയ്ക്ക് അമ്മ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലോൺ റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ മാതാവ് ഈശോ എനിക്ക് ക്യാഷ് റെഡിയാക്കി തന്നു. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങി, ഏപ്രിലാണ് ഫീസ് അടയ്ക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പഠിച്ചതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് കമ്പൈൻ സ്റ്റഡി തുടങ്ങി. കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂഷനും പഠിത്തവും പ്രാർത്ഥനയും എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. മാതാവ് ഈശോ തന്ന കുട്ടികൾ തന്നെയാണെങ്കിൽ ട്യൂഷൻ, എങ്കിലും എന്നെക്കൊണ്ട് ഒട്ടും പറ്റാതെ ഞാൻ ഭയങ്കര സ്ട്രെസ്സായി, പിന്നെ കരച്ചിലായി, അങ്ങനെയൊക്കെ ആയി. അപ്പോഴേക്കും ഞാൻ ഇവിടെ പുതുക്കലിന് വീണ്ടും വന്നപ്പോഴേക്കും
ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയാണ്, ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ് ഒഴിവുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ചെന്നിട്ട് പഠിക്കാൻ മാം പറഞ്ഞു എന്ന്. അത് മാതാവായിട്ട് എനിക്കൊരു അവസരം തന്ന പോലെ തോന്നി. അത് ആ പേരും പറഞ്ഞ് ഞാൻ ട്യൂഷനെല്ലാം അങ്ങ് നിർത്തി. എന്നിട്ട് 1 മാസം പഠിത്തത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ചു. ജൂണിലാണ് ഞാൻ പുതുക്കുന്നത്, ജൂലൈയിൽ എക്സാം എടുത്തു. പക്ഷേ ഈ 1 മാസം ഞാൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ജപമാല ഒന്ന് പേഴ്സണലി ചൊല്ലും. പിന്നെ ബൈബിള് അരമണിക്കൂർ വായന, അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സാക്ഷിയൊക്കെ കൂടി കേട്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അവസാനം അതുപോലെ മോക്ക് എക്സാമിന് ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോക്ക് എക്സാം ഉണ്ട്. ഈ മോക്ക് എക്സാമിന് 80 എബോവ് വന്നാൽ മാത്രമേ നമുക്ക് ഇവർ ഡേറ്റ് എടുത്ത് തരൂ. 70 മതി ജയിക്കാൻ, പക്ഷേ ഇവിടെ 80 എബോവ് വന്നാലേ അവിടെ നമുക്ക് 70 എങ്കിലും കിട്ടൂ എന്നതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർ പറയുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം 75-76 റേഞ്ചിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ 1 മാസം ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ച സമയത്ത് എനിക്ക് 80 എബോവ് വരെയും ഡേറ്റ് എടുക്കാൻ പറയുകയും ചെയ്തു. ആ ടൈമിൽ എനിക്ക് ഇനി ഏത് ഡേറ്റ് എടുക്കണമെന്ന കൺഫ്യൂഷൻ. ജൂലൈ 15 മുതൽ 20 വരെ ഏതെങ്കിലും എക്സാം ഡേറ്റ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒരു തുണ്ടിൽ ഇങ്ങനെ 15 മുതൽ 20 വരെയുള്ള ഡേറ്റ് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് 18 പക്ഷേ എനിക്ക് 18 അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം 7 എന്ന സംഖ്യ അതിനകത്തില്ല, പിന്നെ അത് ബുധനും അല്ല ശനിയും അല്ല എന്നൊരിതായിരുന്നു എനിക്ക്. പക്ഷേ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറയണേറ്റ് നമുക്ക് 18 എടുത്താലോ ഡേറ്റ് എന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അത് മാതാവ് വിഷയം എനിക്ക് കനിഞ്ഞ് തന്നത് തന്നെയാണ് ആ ഡേറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ ഇവിടെ നിന്ന് തന്ന കാശ് രൂപം വെച്ചാണ് പിന്നീട് ഞാൻ എൻ്റെ ബാക്കി 3 മോക്ക് എക്സാം എടുത്തത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ മോക്ക് എക്സാമിനല്ല എനിക്ക് 90 എബോവ് മാർക്കും. അതുപോലെ 4 മണിക്കൂർ എക്സാമിന് നമുക്ക് ടൈം മാനേജ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ ആ ടൈമിൽ എനിക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ബാക്കിയുണ്ടായിരുന്നു മോക്ക് എക്സാമിന്. അങ്ങനെ നമ്മൾ 18-ാം തീയതി എക്സാമിന് പോയി. എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം. തൈലം പൂശി പ്രാർത്ഥിച്ച് കാശ് രൂപം മുറുകെ പിടിച്ച് ഉപ്പ് വായിലിട്ട് ഉപ്പ് കുറച്ച് പാൻ്റെ പോക്കലും ഇട്ടിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. എനിക്ക് നല്ല പാടായിരുന്നു. കാരണം ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ 20 മിനിറ്റോളം ബാക്കി വന്നു, എനിക്ക് വന്നത് 3 മിനിറ്റാണ് ബാക്കി വന്നത്. അപ്പോൾ എനിക്ക് തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും ടൈം കിട്ടിയില്ല. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് 3 മിനിറ്റിൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ അങ്ങ് സബ്മിറ്റ് എടുത്തു. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മാതാവേ നീ മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് വിളിച്ച് ഈ കാശ് രൂപം പിടിച്ച് മുത്തം വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ചെയ്തിരുന്നത്. എന്നിട്ട് എനിക്ക് നല്ല ടെൻഷനായി. കാരണം അവർക്കൊക്കെ 20 മിനിറ്റ് ബാക്കിയിട്ട് എനിക്ക് 3 മിനിറ്റല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തോക്കും എന്നൊരു പേടി എനിക്കുണ്ട്. പിന്നെ മാതാവ് വിഷയം കൈവിടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ വെളുപ്പിന് 3 മണിക്ക് റിസൾട്ട് വന്നു. എനിക്ക് 82% ഞാൻ പാസ്സായി. അങ്ങനെ ആ എക്സാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ തന്നെയാണ് ഞാൻ ജയിച്ചത്. കാരണം എന്ന് വെച്ചാൽ 65,000 എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാതെ എന്തുമാത്രം പാടായിരിക്കും ആ എക്സാം എന്ന്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പോയി ജയിച്ചിട്ട് വരാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ്. അടുത്ത് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഈ മാസം 16-ാം തീയതി ഇന്ന് വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതായത് ഞങ്ങളുടെ അവിടെ നിന്ന് വണ്ടി ഉള്ളത് ഈ ദിവസം. അപ്പോഴേക്കും എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് കോഴ്സ് പാസ്സായതോടൊപ്പം തന്നെ ജോലിയും കിട്ടി എന്ന് പറയണമെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ CV ഒക്കെ അയച്ചു. അവർ 2-3 അപ്ലൈ ചെയ്തു. പക്ഷേ ഒരിടത്തുനിന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ല. ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നു, പെട്ടെന്ന് ജോലി ഇടുന്നു. പക്ഷെ നമുക്ക് മാത്രം ഇൻ്റർവ്യൂ കോളൊന്നും വരുന്നില്ല. ചിലർ പറയുന്നു ഓണം കഴിഞ്ഞിട്ടൊക്കെ എടുക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ചെയ്തേമേ ഇതെന്തോ എന്നാണ്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും മാതാവ് വിഷയം വിചാരിച്ചല്ലേ എന്തെങ്കിലും നടക്കും, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻകാരെന്ന് വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് നല്ലതെന്ന്. അങ്ങനെ ഈ 12-ാം തീയതി ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനം, 16-ാം തീയതി ഇവിടെ വരാൻ നിൽക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ 12-ാം തീയതി ഇവിടുത്തെ ധ്യാനത്തിൽ ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ എടുത്ത് സമയ ചുരുക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ അലട്ടുന്ന കാര്യം വിത്തിൻ 44 ഡേയ്സ്. ഈ വിത്തിൻ 44 ഡേയ്സ് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നെന്ന് മാത്രമല്ല തൊട്ടടുത്ത ദിവസം 13-ാം തീയതി എറണാകുളത്ത് വെച്ചാണ് ഇൻ്റർവ്യൂവിന് റെഡിയാണോ ചോദിച്ചു. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സാണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ ടൈമിൽ വന്നതല്ലേ, അത് അച്ഛൻ അത് പറഞ്ഞ ഉടനെ ഞാൻ ഉടനെ റെഡി എന്നാണ് പറഞ്ഞത്.
തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരെ പോകാൻ തന്നെ 6 മണിക്കൂറുള്ള യാത്രയാണ്. ഞാൻ അതൊന്നും അപ്പം ചിന്തിച്ചില്ല. ഞാൻ ഉടനെ അങ്ങ് റെഡി എന്നാണ് പറഞ്ഞത്. എന്തായാലും മാതാവിൻ്റെ ഈശ്വര അനുഗ്രഹത്താൽ നമ്മൾ രാവിലെ 3:30 ട്രെയിനിൽ പോയി 11:30 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാത്തിനും പോകുമ്പോഴും ഞാൻ ഉപ്പ്, കാശ് രൂപം, തൈലം ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ എല്ലാ ഉപയോഗത്തോടെ തന്നെ പോയി. ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു എന്നാണ് പറയാൻ. ഉടനെ തന്നെ അവർ യുവർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അതോടൊപ്പം അടുത്ത മാസം ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ മാതാവ് ഈശോ എൻ്റെ ആഗ്രഹം ജോലി എന്ന ആഗ്രഹവും സാധിച്ച് ഈ 16-ാം തീയതി എനിക്കത് സാക്ഷ്യം പറയാനും സാധിച്ചു. അടുത്തതായിട്ട് മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ ഇവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ നിന്ന് ഒരു ഉടമ്പടിയെ എടുക്കാവൂ എന്ന്. എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം ആയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് അമ്മ എടുക്കുന്ന കണ്ട് അതിന് ഇഷ്ടപ്പെട്ടു. ഇത് മാതാവിനോട് ഈശ്വരൻ ചേർന്ന് നിൽക്കാനുള്ളൊരു നല്ലൊരു വഴിയാണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോഴെൻ്റെ ചേച്ചിയുടെ ജോലി അതും മെയിൻ കാര്യമായിരുന്നു. അപ്പോൾ ഞാനും ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അങ്ങനെ പാടില്ല, അവിടെ നിന്ന് അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത് തിരക്കായതുകൊണ്ട് തിരക്ക് കുറയ്ക്കാനായിരിക്കും അങ്ങനെ പറയുന്നത്, അല്ലാതെ കുഴപ്പമൊന്നും കാണത്തില്ല എന്ന്. പക്ഷേ എല്ലാവരും കുറേ പേരിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു പേടിയായി. അപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനിയിപ്പോൾ ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനിയിപ്പോൾ രണ്ടുപേരടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വല്ലതും വരും, അങ്ങനെ എന്തൊക്കെയോ പേടി എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എടുത്തത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാതാവ് എന്നെ വന്ന് തൊടണമെന്ന്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. ഞാൻ എന്നിട്ട് അതങ്ങ് മറന്നു. പക്ഷേ ഞാൻ ഇത് പറഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മയങ്ങാൻ കിടന്നപ്പോഴേക്കും എൻ്റെ സ്വപ്നത്തിൽ മാതാവ് വന്നു എന്ന് മാത്രമല്ല, എൻ്റെ തലയിൽ തൊടുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയും എൻ്റെ തല മുതൽ താഴോട്ട് ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ 3 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ കണ്ണ് ഞങ്ങൾ വലിച്ചാണ് തുറന്നത്. എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ മാതാവിന് ദർശനം എനിക്ക് കിട്ടി. അടുത്തതായിട്ട് ഞാൻ ഒരിക്കൽ ചൂട് വെള്ളം ഇങ്ങനെ ഫ്ലാസ്കിലോട്ട് നല്ല തിളച്ച വെള്ളമാണ്, ഫ്ലാസ്കിലോട്ട് മാറ്റുന്ന ടൈമിൽ എൻ്റെ കൈ വഴുതി ഇത് ഫുള്ളായിട്ട് അങ്ങ് വീണു താഴെ. അപ്പോഴേക്കും പക്ഷേ ഒരു തുള്ളി വെള്ളം എൻ്റെ കാലിൽ വീഴുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല. അത് വലിയൊരു സംരക്ഷണമാണ്. ഞാൻ എപ്പോഴും പറയും, അമ്മയെ ഈശോയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മക്കളെ പോലും ഉപേക്ഷിക്കൽ, എല്ലാവരും നീലെങ്കിലും പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കണമെന്ന്. അങ്ങനെ ഒരു സംരക്ഷണം എനിക്ക് വന്ന് കിട്ടി. കാരണം ചൂടുവെള്ളം വീഴുമ്പോൾ നമുക്ക് അറിയാമല്ലോ, എങ്ങനെ ആയാലും കുറച്ചെങ്കിലും തെറിക്കും. പക്ഷേ എൻ്റെ കാലിലൊന്നും ഒരു തുള്ളി പോലും തെറിക്കുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല. അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, പള്ളിയിൽ ഇങ്ങനെ കേസിയും കലോത്സവം ഉണ്ട്. അപ്പോൾ കലോത്സവത്തിന് ചവിട്ട് നാടകത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവിട്ട് നാടകത്തിന് ഞാൻ പോയപ്പോൾ എനിക്ക് പോയി പ്രാക്ടീസ് ചെയ്ത് ഒരു മത്സരത്തിന് ഒരാഴ്ച മുമ്പ് എൻ്റെ മുട്ട് നീരായിട്ട് എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിച്ച ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷം കളിക്കണമെന്നൊരാഗ്രഹം വരും. അപ്പം മാതാവിൻ്റെ കൃപ കൊണ്ട് അവർ അടുത്ത വർഷം എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആ സമയത്ത് കളിച്ചു. ഫെറോനിൽ നിന്ന് ജയിച്ച് രൂപതയിൽ പോയി, രൂപതയിൽ നിന്ന് ജയിച്ച് സ്റ്റേറ്റ് എറണാകുളത്തായിരുന്നു. അവിടെ നമുക്ക് സെക്കൻഡ് ആയിരുന്നു. പക്ഷേ ഒരു മെയിൻ സംഭവം പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരും ഉണ്ട്, എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികളും ഉണ്ട്. പക്ഷെ അവിടുത്തെ ആ ജഡ്ജ് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് എടുത്ത് ചോദിച്ചു മന്ത്രിയായിട്ട് ചെയ്ത കുട്ടി ആരാന്ന്. അപ്പോൾ ഞാനായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ തമ്പൊക്കെ കാണിച്ചിട്ട് സൂപ്പറായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ എനിക്കാണെങ്കിൽ ചവിട്ട് നാടകത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ ചുമ്മാ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പഠിച്ചു കളിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നും അറിഞ്ഞൂടാതെ ചവിട്ട് നാടകത്തിന് ABCD അറിഞ്ഞൂടാത്ത ഞാൻ ഒരു എല്ലാം അറിയുന്ന ജഡ്ജ് വന്ന് എന്നെ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചപ്പോൾ അത് വളരെ പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഞാൻ അതിൻ്റെ ഡ്രസ്സിൽ മാതാവിൻ്റെ കാശ് രൂപം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റിയതും അങ്ങനെ ജഡ്ജ് വരെ എന്നെ വന്ന് അഭിനന്ദിച്ചതും. അടുത്തതായിട്ട് എനിക്ക് ഒരു സാക്ഷ്യം ഇവിടെ പറയാനുണ്ട്. ഞാനും അമ്മയും കൂടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു ദിവസം ചൊല്ലി കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു തല കറക്കാം. അപ്പം ഞാൻ അമ്മ എന്നൊരു വിളി മാത്രം വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അമ്മ കടന്ന് വിളിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് തൈലം പൂശിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദേഹം മൊത്തത്തിൽ. അപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ വിളിച്ച അമ്മ വന്നപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ മുകളിലോട്ട് പോയി എന്നിട്ട് ഈ തൈലം പൂശി ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണ് താഴോട്ട് വന്നത്, എനിക്ക് ബോധം വന്നതും ഇതൊക്കെ. അപ്പം അവിടെ മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ഞാനാണെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിരുന്നൊരു കുട്ടിയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഇപ്പോൾ പേഴ്സണലി ജപമാല ചൊല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ട് ഒരുപാട് ഞാൻ അടുക്കാൻ എനിക്ക് പറ്റി. അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ ധ്യാനവും
ധ്യാനം ഷെയർ ചെയ്യുന്നുണ്ട്, ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആരുടെങ്കിലും മാതാവിനെ കുറിച്ച് കുറച്ച് പറയാൻ ഒരു അവസരം കിട്ടിയ പിന്നെ ഞാൻ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് പറ്റുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോൾ ഞാനും നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം, ഈ ഒരു യുവതി എന്നൊരു ഇതിൽ ഞാൻ തന്നെ ഇത്രയും ഇതോടെ ഞാൻ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവ് ഈശോ ആരും ഉപേക്ഷിക്കില്ല. ഇപ്പം തന്നെ 12-ാം തീയതി വരെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ 16-ാം തീയതിക്കകത്ത് എനിക്ക് 16-ാം തീയതി സാക്ഷ്യം പറയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടക്കില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. പക്ഷേ ഇന്ന് 16-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടിയെന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നതും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം മാതാവ് ഈശോ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. മാതാവ് ഈശോ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നെന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ചിഞ്ചു. ഞാൻ കോട്ടയം ജില്ലയിലെ പെരുവാന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ കുടുംബവും UK-യിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് ASD വിത്ത് സിവിയർ PH എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. ആ അസുഖം ഇവിടെ ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് UK-ക്ക് പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനും എൻ്റെ കുടുംബവും UK-ക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനവിടെ UK-യിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 12-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന് ഒരു ചാപ്പലുണ്ട്. അവിടെ പോയി ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇച്ചിരി ഉപ്പും തേനും ഒക്കെ എങ്ങനെയാണ് കിട്ടണേ? ഒരിക്കലും എനിക്കിവിടെ ഉപ്പും തേനും ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു. അപ്പോൾ അവൾ എൻ്റെ റൂമിൽ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപവും ലോക്കറ്റൊക്കെ ഇരിക്കണം കണ്ടപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് കൃപാസനം മാതാവിൻ്റെ ഉപ്പും തേനും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങ് എന്നാ പറയണ്ടേന്ന് അറിയാൻ മേലാതായിപ്പോയി. കാരണം ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോകുന്നതാ, മാതാവ് എനിക്ക് എങ്ങനെയാണ് നിൻ്റെ ഉപ്പും തേനും ഇച്ചിരി കിട്ടണേ ഇവന് കൊടുക്കാൻ, എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചെനിക്ക് കൊണ്ടു തന്നു ഒരു പാത്രത്തിൽ ഉപ്പും ഒരു കുഞ്ഞു പാത്രത്തിൽ തേനും. അപ്പം ഞാൻ എന്നും കുരിശ് വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുക്കും. എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഉപ്പ് കുറച്ച് ആ വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ആ ഉപ്പ് ഇവന് കുടിക്കാൻ കൊടുക്കും, ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൈലം ഇല്ലായിരുന്നു. അപ്പോൾ തേനും ഉപ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ മേത്തേക്കട മൊത്തം തൂക്കും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ UK-യിൽ ഡോക്ടറിനെ കാണാനും ഒരു പ്രൊസീജിയറിന് ഡേറ്റ് കിട്ടാനും ഒക്കെ ഭയങ്കര പാടാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവന് ചെസ്റ്റ് പെയിനും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ മെയ് മാസമാണല്ലോ, നിൻ്റെ മാസമാണല്ലോ, ഞാൻ ഉടമ്പടി തീർന്നിട്ടുമില്ല. അപ്പോൾ മെയ് മാസം എൻ്റെ ഉടമ്പടി തീരണതിന് മുമ്പ് എനിക്ക് നീ ഒരു ഡേറ്റ് തരുമോ ഇവന് പ്രൊസീജിയർ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ മെയ് 12-ാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടി തീർന്നത്. ഫെബ്രുവരി 12-ാം തീയതി എടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ പുതുക്കാൻ നോക്കിയിട്ട് എനിക്ക് പുതുക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പ്രൊസീജിയർ ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് മെയ് 26-ാം തീയതി. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് പുതുക്കാനും പറ്റണില്ല. അപ്പം ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് പുതുക്കാൻ പറ്റണില്ലല്ലോ, ഒന്ന് ചോദിക്കാവോ, ഇവിടെ വന്ന് ഒന്ന് ചോദിക്കാവോ? അപ്പം ഞാൻ എന്നും ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിക്കും. ആ സിസ്റ്റർ എല്ലാ ദിവസവും
എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ വിളിക്കും, സിസ്റ്ററെ ഇങ്ങനെയാണല്ലോ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയും, മോനെ നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നീ പ്രാർത്ഥിച്ചോ. ആ സിസ്റ്റർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നെ കണ്ട് എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ട്. ആ സിസ്റ്റർ ശരിക്കും അത്രയ്ക്കും ഞാൻ ശല്യമായി എന്ന് വേണമെങ്കിൽ പറയാം. സിസ്റ്ററെ എന്നാ സിസ്റ്റർ അച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുക്കാവോ സിസ്റ്റർ? അപ്പോൾ സിസ്റ്റർ പറയും, ഇല്ല അച്ഛൻ്റെ കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുക, അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ വർത്താനം പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുക. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ അതെന്നാ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടേ. അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നീ ഇവനെയും കൂടെ വിളിച്ചിരുത്ത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്ന പോലെ കണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലിരിക്കും, ഉപ്പ് കൊടുക്കും, എല്ലാം കൊടുക്കും. അങ്ങനെ എനിക്ക് പുതുക്കാൻ പറ്റിയില്ല. ഓൺലൈൻ ഉടമ്പടി എടുത്താൽ ഫോണിൽ കൂടെ പുതുക്കാൻ പറ്റൂല എന്ന് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആൻറ്റിയും കുഞ്ഞാച്ചനും ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞ് മെയ് 26 ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രൊസീജിയർ ചെയ്യാൻ. അപ്പോൾ എൻ്റെ വിഷമം എന്നാന്ന് വെച്ചാൽ എനിക്കവിടെ ആരുമില്ല എന്ന് വെച്ചാൽ എനിക്കൊരു സഹായം ചോദിക്കാനോ എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനെ പ്രൊസീജിയറിന് പോണ കാര്യം. എന്ത് സംഭവിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്കറിയാം കാത്ത് ലാബിൽ കയറ്റി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണേ, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണേ ഒക്കെ എനിക്കറിയാം. അപ്പം എനിക്കൊരു സഹായത്തിന് ആരുമില്ലല്ലോ മാതാവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഇൻചാർജ് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേയാന്ന് പറഞ്ഞു. വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു, അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേയാന്നു. അപ്പം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലും പേര് മരിയാന്ന് എന്നെ ഒന്ന് കാണിച്ചു തന്നെ. അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മരിയാന്ന് പേരുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റായി. കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് എടുക്കാൻ വന്ന ഒരു ഫിലിപ്പീൻ നേഴ്സായിരുന്നു, അവളുടെ പേര് മരിയ എന്ന്. അപ്പം തന്നെ എനിക്ക് ഉറപ്പായി, ദൈവമേ എനിക്കൊരു പേടിയില്ല. ഇനി എനിക്കറിയില്ല, മാതാവിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ അവിടെ ആ പ്രൊസീജിയറിന് സൈൻ ചെയ്തതും എല്ലാം. ദൈവഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് 26 അഡ്മിറ്റായി, 27 പ്രൊസീജിയർ ചെയ്തു, 28 ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ 3 പേരും കൂടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമെന്ന്. ഞാൻ ഈ 20 പോകും. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ 3 പേരും വന്ന് നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞതാണ്. പിന്നെ എനിക്കറിയില്ല, ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എന്നെ സഹായിച്ചായിരുന്നു. UK പോകാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ലാതിരുന്ന ആളാണ്. UK പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നെ. IELTS ഫുൾ ഫോം പോലും ശരിക്കും എനിക്ക് അറിയാണ്ടാണ് ഞാൻ പോയി IELTS എഴുതിയത്. അപ്പം ഞാൻ കാശ് രൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് വരാനും എഴുതാനും ഒന്നും പൈസയില്ല, അപ്പോൾ ഈ പ്രാവശ്യം ജയിക്കുവാണേലും തോക്കുവാണേലും ഇതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശ് രൂപം എൻ്റെ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചാൽ ഞാൻ പോയി IELTS എഴുതിയത്. ഒറ്റ പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ, ഞാൻ പാസ്സായി, എനിക്ക് പോകാൻ പറ്റി, നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അതിനുശേഷം ഇവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ ബാൻഡ് 5 ആണ്, അപ്പോൾ ബാൻഡ് 6 ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും, സംസാരിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ കൊടുക്കട്ടെ, എന്താ നിൻ്റെ തീരുമാനം? അപ്പം എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും എനിക്കിതിന് കിട്ടും എന്നാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ ഇന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് കറക്റ്റ് എന്നെ സ്വപ്നം കാണിക്കുക. എന്നിട്ട് ഞാൻ ചാടി എണീറ്റു, ദൈവമേ 5:30 ആയോ? അപ്പം ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ ചിഞ്ചു പറ്റിയേ, 3 മണി ആയുള്ളൂ, നീ എന്നെ എഴുന്നേറ്റിരുന്ന് നീ കാണിക്കണേ, എനിക്ക് പേടിയാവോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടാ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു മാതാവിനോട്, അതുകൊണ്ട് ചിലപ്പോൾ മാതാവ് ഇങ്ങനെ 3 മണിക്ക് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി. എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി. ബാൻഡ് 6 ആയിട്ട് ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ബാൻഡ് 6 ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പോണേ. പിന്നെ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖവും അതിൻ്റെ പ്രൊസീജിയറും എല്ലാം ആണ്. പിന്നെ ഈ ബാൻഡ് 6. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യണത്, ഞങ്ങളുടെ നാട്ടിലൊരു വൃദ്ധസദനമുണ്ട്. അവിടെ എല്ലാ മാസവും ഒരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് എൻ്റെ ചാച്ചനും മമ്മിയും കൂടെ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ അവിടെ UK ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുത്താൽ അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുന്ന് എൻ്റെ ചാച്ചനും മമ്മിയും ആൻറ്റിയും ഒക്കെ പത്രം മേടിച്ച് അയച്ചു തരും. 3 മാസം കൂടുമ്പോൾ 3 മാസത്തെ പത്രം അയച്ചു തരും. അപ്പം ഞാനത് കൊണ്ടിങ്ങനെ കൊടുക്കും, രോഗികൾക്ക് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒരു രോഗിക്ക് കൊടുക്കണുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കാത്ത് ലാബിൽ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഒരെണ്ണം തരാവോ ചിഞ്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ
കൊടുത്തപ്പോൾ സിസ്റ്റർ ചോദിച്ചു ഇത് വായിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇത് വായിച്ചാൽ പോരാ. എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ, ഇത് കാണണം, എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കണം, 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. എന്നിട്ട് അവിടെയുള്ള കാത്തലാബിലുള്ള എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം സിസ്റ്റർമാരും ആ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഫിലിപ്പിനി നേഴ്സ് അതിന് പിള്ളേരില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്ന് ചൊല്ലാൻ പറഞ്ഞു. അതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഇതുവരെ വിശേഷമായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും നിനക്കൊരു കുഞ്ഞാവ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിശേഷം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ ഞായറാഴ്ചയാണ് പള്ളിയിൽ പോവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിദ്യ BS. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിലെ ഉണ്ടൻകോട് ഇടവകയിൽ നിന്നാണ്. ഇപ്പോൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പാമ്പനാർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2022 ഒക്ടോബർ 17 ഉടമ്പടി എടുത്തത്. 8 പുതുക്കൽ കഴിഞ്ഞു. വളരെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ നിന്നാണ് ഈ ഉടമ്പടി എടുക്കാനായി ഇവിടെ കടന്നു വരുന്നത്. ഞങ്ങളുടെ BCCയിലെ ഒരു ആൻറ്റിയുടെ വിശ്വാസ സാക്ഷ്യം കേട്ടിട്ടാണ് ഈ അൾത്താരയിലേക്ക് കടന്നു വരുന്നത്. ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാം നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നത്, ഹൈസ്കൂൾ അധ്യാപികയായിട്ട്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ നേടി ഒരു 13 വർഷത്തോളമായി ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ലഭിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്ത ശേഷം വിശ്വാസ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉടമ്പടി എടുത്ത് 1 വർഷമായപ്പോഴേക്കും ഒരു PSC എക്സാം വിളിച്ചിരുന്നു. അതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തതും പ്രാർത്ഥിച്ചിട്ടായിരുന്നു. ഇടുക്കി ജില്ല സെലക്ട് ചെയ്തത്. മറ്റൊരാളോടും അഭിപ്രായം ചോദിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാ പീഠത്തിന് മുന്നിലിരുന്ന് ലോട്ടിട്ടായിരുന്നു ഇടുക്കി ജില്ല സെലക്ട് ചെയ്തത്. ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ എക്സാം ആകുമ്പോഴേക്കും അവിടെ 16 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായി അറിയാൻ സാധിച്ചു. അതുതന്നെ വലിയ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഡിസംബർ 7 നമ്മുടെ കൃപാസനത്തിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഒരു ഗുഡ് ന്യൂസ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്നായിരുന്നു ആദ്യമായി PSCയിൽ നിന്നും ഇതിനായി ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ഉറപ്പായിരുന്നു ഈ ജോലി ലഭിക്കുമെന്ന്. കാരണം PSCയിൽ 1ാം റാങ്ക് ലഭിച്ചാൽ പോലും നമുക്ക് ജോലി ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇത് ആ ദിവസം കിട്ടിയ സന്ദേശമായതുകൊണ്ട് ഉറപ്പായിരുന്നു. പരീക്ഷയും നല്ല രീതിയിൽ പഠിച്ചിട്ടല്ല ഈ പരീക്ഷയ്ക്ക് പോയതെങ്കിലും അമ്മയുടെ കാരുണ്യം കൊണ്ട് വളരെ നല്ല രീതിയിൽ പരീക്ഷ വളരെ സന്തോഷത്തോടെ എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ ജോലി ലഭിക്കുന്നത് അഡ്വൈസ് ലഭിക്കുന്നത് ഒക്ടോബർ 17 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അതേ ദിവസം 2 വർഷം കഴിഞ്ഞ് അതേ ദിവസം ഒക്ടോബർ 17 DD ഞങ്ങൾക്ക് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ സൈൻ ചെയ്യുന്നത്. അതുതന്നെ എൻ്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അതുവരെയുള്ള അനുഭവമല്ല, ഇവിടെ കൃപാസനത്തിൽ വന്നതിൻ്റെ സമ്മാനമാണ്, അമ്മ തന്ന സമ്മാനമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഒക്ടോബർ 17. 13 വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ജോലിക്കായിട്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വലത് കൈയിൽ ചെറുവിരലിനടുത്തായി ഒരു എല്ല് വളർച്ചയുണ്ടായിരുന്നു. അത് നീളം കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കലിന് വന്ന് മടങ്ങിപ്പോകുന്ന വഴിക്ക് അത് പൂർണ്ണമായും ഭേദമായത് മനസ്സിലാക്കി. പക്ഷേ അതിനുശേഷം വന്ന് സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞില്ല. അത് വീണ്ടും മുഴ അല്ല, ഒരു ചെറിയൊരു എല്ല് വളർച്ച അത് വീണ്ടും രൂപപ്പെട്ടു. പക്ഷേ അത് ഇനി സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വീണ്ടും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായും ആ വിരലിൽ അതിനൊരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായും സൗഖ്യമായിരുന്നു. പിന്നെ അതിനുശേഷം വരുന്നത് കൂൾ എക്സാം ആയിരുന്നു. അതായത് അധ്യാപക പ്രൊബേഷൻ പൂർത്തിയാക്കണമെങ്കിൽ അതിന് കൂൾ എന്ന് പറയുന്നൊരു IT പരീക്ഷ നമ്മളത് പാസ്സായിരിക്കണം. എനിക്കൊരു 20 മിനിറ്റ് കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടെ ഉടമ്പടി തൈലവും ഇതെല്ലാം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല രീതിയിൽ വിജയകരമായി ഈ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചു. അടുത്തതായി ഞങ്ങൾക്ക് ഈ സ്കൂള് ലഭിക്കുന്നത് ഇടുക്കി ജില്ലയായതുകൊണ്ട് അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ കൂടുതലാണ്. അപ്പോൾ അവിടെ അവശ്യ സാധനങ്ങളുടെ വാങ്ങാനും
ഉള്ള സൗകര്യവും അതിനേക്കാളുപരി ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പള്ളി അടുത്തായിരിക്കണമെന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അത് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഏറ്റവും നല്ലൊരു സ്കൂളിനടുത്ത് തന്നെ ദേവാലയവും ദിവസവും ദിവ്യബലി പങ്കെടുക്കാൻ തരത്തിന് തൊട്ടടുത്ത് ദിവ്യബലി പള്ളിയുള്ള ഒരു സ്കൂൾ തന്നെ ലഭിച്ചു. പലരും ആ സ്കൂളിൽ ഇത് അവസരം ലഭിക്കുന്നതിന് ശ്രമിച്ചതായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് സാധിച്ചു. തലയിൽ ഒരു ചെറിയൊരു മുഴ ഒരു 5-6 വർഷമായിട്ട് ഉണ്ടായിരുന്നു. അത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം വേദനയില്ലാത്ത മുഴ ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ നെഗറ്റീവായിരുന്നു. അതും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ കാരുണ്യത്താൽ സംഭവിച്ചു. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ കർത്താവിൻ്റെ സംരക്ഷണത്തിനായി പ്രത്യേക നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഒരു 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാമ്പനാർ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഫോറസ്റ്റ് കടന്നു വേണം പോകാൻ. മൂടൽമഞ്ഞുണ്ടാവും. രാത്രി യാത്രകളൊക്കെ ഞങ്ങൾ ഹൈറേഞ്ച് യാത്ര പ്രധാനമായിട്ടും ഒരു ഭാഗത്ത് ചെങ്കുത്തായ പാറയും മറുവശത്ത് കൊക്കയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിൽ ഞാനും മക്കളും സ്ഥിരം അതുവഴി യാത്ര ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. യാതൊരു അപകടവുമില്ലാതെ വളരെ പ്രതിസന്ധിയായിട്ടുള്ള യാത്രകളായിരുന്നു, വളരെ ബുദ്ധിമുട്ടായ യാത്രകൾ. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ആ യാത്രകൾ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. അതിനകത്ത് ഈ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രിൻ്റുകൾ അതിനകത്ത് വെച്ചായിരുന്നു ഇത് കൊടുത്തിരുന്നത്, പത്രം കൊടുത്തിരുന്നത്. പിന്നെ ഈ ഉടമ്പടി പത്രം നമുക്ക് തരുന്ന കവറുകൾ, ആ കൃപാസന കവറുകൾ, അതിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ വെച്ച് പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു BCC കൂട്ടായ്മയ്ക്കുള്ളിൽ ഞങ്ങൾ ഈ അനുഭവങ്ങളൊക്കെ ആദ്യം BCC ലീഡറായിരുന്നു ഞാൻ. ആ സമയത്ത് ഞങ്ങൾ അവിടെ അതിനുള്ള അവസരം കൊടുത്തിരുന്നു എല്ലാവർക്കും. വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അതിനുള്ള അവസരം കൊടുക്കുകയും എല്ലാവരും അവരവരുടെ ദൈവിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ഇടവകയിൽ വളരെ ഒരു വിശ്വാസ സമൂഹമായിട്ട് വളരാനും തുടങ്ങി. ഉടമ്പടി ധ്യാനം ഓരോ ഉടമ്പടി ധ്യാനവും ഞങ്ങൾക്ക് ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും അതിനുള്ള ഉത്തരമായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. വളരെ മടിയായിരുന്നു ഈ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കാനായിട്ട്. പക്ഷേ വളരെ നല്ല രീതിയിൽ വളരെ ഇൻട്രസ്റ്റോടെ കേൾക്കാൻ സാധിച്ചതും വളരെ നല്ലൊരു കാര്യമായിരുന്നു. കുമ്പസാരവും അതിനു മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കൃപാസന ഉടമ്പടി എടുത്ത ശേഷം വളരെ വിശ്വാസപൂർവ്വം അതും ഫോളോ ചെയ്തു വരുന്നു. പിന്നെ ഇതുപോലെ പരമാവധി നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ സാധിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പ്രിയ. ഞാൻ UK നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ UK നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് എൻ്റെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്. എൻ്റെ വീട്ടിൽ പോലും ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2024 ജൂൺ 11 ഞാൻ അന്ന് ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ലഭിക്കുകയും ആ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ ഞാനിന്ന് സാക്ഷ്യം ഈ ആൾക്കാരെ കയറി പറയാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിക്കുകയുണ്ടായി. അന്ന് ഞാൻ വെച്ച ഉടമ്പടി നിയോഗത്തിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചതായിരുന്നു. ഞങ്ങളൊരു സ്ഥലം ഈ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു ബോർവെൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് 90 അടി എത്തുമ്പോഴത്തേക്കും വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 300 അടി അടിച്ചു. എന്നിട്ടും ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. 305 അടി ആയപ്പം ഞങ്ങളത് നിർത്തിവെച്ചു. ഞങ്ങളിനി കുഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിർത്തിവെച്ചു. ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല കിണറ്റിനകത്ത്. ഞാൻ അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു, മാതാവേ ഞങ്ങൾ കുഴിച്ച കിണറ്റിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾക്ക് വേറെ കിണർ കുഴിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണ്ട, ഞങ്ങൾക്ക് കുഴിച്ച കിണറ്റിൽ തന്നെ വെള്ളം വേണം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പം ആ കിണറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ്, അതിനകത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. ബോർവെല്ലായതുകൊണ്ട് ഞങ്ങളത് ഒരു നൂലിനകത്ത് ഒരു ചെറിയൊരു പാത്രം കെട്ടിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്താണ് പോയത്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം 305 അടി കുഴിച്ചതിനകത്ത് 240 അടിയും വെള്ളമായിരുന്നു. ഞങ്ങൾ 60 അടി താഴേക്ക് ചെന്നപ്പോഴത്തേക്ക് തന്നെ ആ പാത്രം വെള്ളത്തിൽ മുട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം ഞാൻ നിയോഗം വെച്ചായിരുന്നു UK ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം തരണമേ എന്ന്. അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല.
അവിടെ കുറേ ആൾക്കാർ ഡെപ്പോസിറ്റ് എമൗണ്ടൊക്കെ ആയിട്ട് കരുതി കയ്യിൽ വെച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ലഭിക്കാതെ അവരൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും എനിക്കെന്തോ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും ഞങ്ങൾ 3 വീട് പോയി നോക്കുകയും ചെയ്തു. അതിൽ രണ്ടാമത് കണ്ട വീട് ഈ വീടാണ് നമുക്കുള്ളതെന്നൊരു തോന്നൽ തോന്നി. ആ വീട്ടിൽ കണ്ടതിന് ശേഷം അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വീടിന് ഓഫർ കൊടുത്തു. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ഓഫർ ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ഡെപ്പോസിറ്റിനുള്ള പൈസ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്ന ഗോൾഡൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ കാണിക്കാൻ പറ്റിയത്. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ ദൈവം ദൂതനെ അയക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ വീട്. കാരണം അത്രയും നല്ലൊരു വീട് ആ ഏരിയയിൽ ഈ റേറ്റിന് എങ്ങനെ കിട്ടിയെന്ന് ആ വീട് കാണാൻ വന്ന ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ മാസം ഈ ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുടെ അതിർബാനയ്ക്ക് കാരണം ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരണമെന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചതായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഓണർ അവർക്ക് വീട് കിട്ടുക സെപ്റ്റംബർ മാസത്തിലായിരുന്നു. പക്ഷേ സെപ്റ്റംബറിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അതിർബാനം നടത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, സമയത്തിന് മേൽ അധികാരമുള്ള മാതാവല്ലേ, ഇതിലെന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കി തരണമെന്ന്. ആ വീടിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ ഇവിടെ ബ്രോക്കർമാരെ പോലെ അവിടെ നിൽക്കുക റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരാണ്. ആ എസ്റ്റേറ്റ് ഏജൻറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സെല്ലറിൻ്റെ അടുത്ത് വാദിക്കുമായിരുന്നു. അവർക്ക് നാട്ടിൽ പോകാനുള്ളതാണ്, ആ വീട് അവർക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ജൂലൈ 4-ാം തീയതി ഞങ്ങൾക്ക് ആ വീടിൻ്റെ കീ തന്നു. ആ ജൂലൈ 4-ാം തീയതി ആ കീ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, മാതാവ് തന്നതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ ആ വീടിൻ്റെ കീ മേടിക്കാൻ വീടിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് മേൽക്കൂരയുടെ മുകളിലായിട്ട് ഒരു പ്രാവ് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഞങ്ങൾ കീ മേടിച്ച് ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത ഫോട്ടോയ്ക്കകത്ത് ആ മേൽക്കൂരേൻ്റെ മുകളിൽ ആ പ്രാവ് നിൽക്കുന്ന ഫോട്ടോയും കൂടിയുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോൾ 1 മാസത്തിന് മുകളിലായി അവിടെ താമസിക്കുന്നു. അവിടെ ഞാൻ പിന്നെ ഒരു പ്രാവിനെ പോലും ഞാൻ ആ വീടിന് ആ പരിസര പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്കത് ഉറപ്പായി, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നതാണ് ആ വീടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പായി. പിന്നീട് എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത ഒരു വലിയൊരു ദൈവ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു മാതാവിനോട്, മാതാവേ എല്ലാവർക്കും മെഴുകുതിരിയിൽ ഓരോ രൂപങ്ങൾ വരുന്നു, മാതാവിൻ്റെ രൂപം വരുന്നു, സുഗന്ധാഭിഷേകം കൊടുക്കുന്നു, മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു, എനിക്ക് മാത്രം എന്താ ഒന്നും തരാത്തത്, ഞാൻ ഉടമ്പടി ചെയ്യുന്നത് അത്രയ്ക്ക് മോശമായിട്ടാണോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നവംബർ മാസം രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്, നീ ആ തിരിയിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതാണ്, അതെൻ്റെ തോന്നലാണെന്ന് വിചാരിച്ച് ഞാൻ തിരിയിലേക്കൊന്നും നോക്കിയില്ല. ഞാൻ അന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വേഗം പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണുള്ളത്, ആ തിരിയിലേക്ക് നോക്കാനാണ്. അങ്ങനെ ഞാൻ ആ തിരിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഈശോൻ്റെ രൂപമാണ്, ഈശോൻ്റെ മൂക്കും കണ്ണും ഒക്കെ ആയിട്ട് ഈശോ കുരിശിൽ കിടക്കുന്ന വേദന സഹിച്ച് കിടക്കുന്ന ഒരു രൂപത്തിൻ്റെ അതുപോലെയുള്ള ഒരു അതുപോലെ ഒരു രൂപമാണ് ആ തിരിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ തിരിയിൽ വരുന്നതിൻ്റെ വെള്ളിയാഴ്ച ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈശോൻ്റെ ഇങ്ങനെ മുൾമുടി അണിഞ്ഞ് ഈശോനെ ഇങ്ങനെ രക്തമൊക്കെ ഒഴുകി നിൽക്കുന്ന ഒരു ഷോർട്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പെട്ടെന്ന് അതിങ്ങനെ തട്ടി മാറ്റി. ആ ഈശോൻ്റെ രൂപമാണ് എൻ്റെ മെഴുകുതിരിയിൽ വന്നത്. അതെനിക്ക് 1 മാസം മുമ്പേ ദൈവം ഒരു അടയാളം തന്നതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് 1 മാസം വന്നു കഴിഞ്ഞപ്പോൾ ഡിസംബർ 15-ാം തീയതി ഞായറാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോയി. കുർബാന പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്, നീ വീഴും ഇപ്പോൾ ഇവിടെ, നിന്നെ ഈ പള്ളിയിലുള്ള ആൾക്കാരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഈശോയെ ഈ കുർബാനയുടെ സമയത്ത് തന്നെ ഈ പല വിചാരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ആ ഡിസംബർ 15-ാം തീയതി 2024-ാം തീയതി കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ റോട്ടിലേക്ക് വീണ് എൻ്റെ മൂക്ക് റോട്ടിൽ ചെന്ന് ഇടിച്ച് എൻ്റെ മൂക്ക് ഫ്രാക്ചറായി. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ തലയോട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു ബോണാണ് കറക്റ്റായിട്ട് ഫ്രാക്ചറായത്. എൻ്റെ മൂക്കിനകത്തുനിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നു. ആ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് എന്നെ അവിടെയുള്ള ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി കെയറിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് UK-യിൽ നമുക്ക് ഇവിടുത്തെ പോലെ മെഡിക്കൽ അറ്റൻഷനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവരെന്നോട് പറഞ്ഞു, ഇത് എൻ്റെ CT എടുത്തു വേഗം. അവർ CT സ്കാൻ, ഒരു സ്കാനിങ് ഒക്കെ അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളം എടുക്കും. പക്ഷേ അന്നേരം തന്നെ എൻ്റെ CT സ്കാൻ ചെയ്തു. പക്ഷേ ഫേസ് മാത്രമേ എടുത്തുള്ളൂ. അവർ പറഞ്ഞു ഹെഡ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ബോധം പോയിട്ടില്ല, ബോധമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഹെഡിന് എന്തായാലും ഇഞ്ചറി വന്നിട്ടില്ല, നിങ്ങൾക്ക് ഫേസ് എന്തായാലും കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ നോസ് എന്തായാലും ബ്രോക്കൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാനിൽ അത് കൺഫേം ചെയ്തു, നിങ്ങൾക്ക് നോസ് ബ്രോക്കൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക്
എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകുമായതുകൊണ്ട് എൻ്റെ മൂക്കിൽ ഒരു പാക്ക് വെച്ച് തന്നിട്ട് വീട്ടിലേക്ക് വിട്ടു. എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഒരു വിധത്തിലും കിടക്കാൻ പറ്റത്തില്ല. കാരണം മൂക്ക് എല്ല് പൊട്ടിയിരിക്കുകയാണ്, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മൂക്കിൽ നിന്ന് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ 2-3 ദിവസം ഞാൻ ഉറങ്ങാണ്ട് രാത്രി പിടിച്ചു നിന്നു. പിന്നെ 4ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ അന്നേരം ഒരു രാത്രി 12 മണിയൊക്കെ ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ബെഡിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ആഴ്ചത്തെ, അതായത് ഡിസംബർ 10-ാം തീയതിയത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. അപ്പോൾ ആ ധ്യാനം എന്തായാലും കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയുടെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് വയ്യ ഇവിടെ നിന്നിട്ട് ഇവരെന്നെ നോക്കിയിട്ട് എനിക്കിതൊന്നും ശരിയാക്കാൻ പോണില്ല, നിങ്ങൾ തൊട്ടാൽ മതി, നിങ്ങൾ സുഖപ്പെടുത്തിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് അച്ഛനെ രോഗസൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഞാനൊരു മൂക്കിൻ്റെ കൂടും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മൂക്കിൽ ആരോ സ്പർശിച്ചപ്പോൾ എനിക്ക് തോന്നി. അതിന് ശേഷം എനിക്ക് ആ മൂക്കിൽ കൂടെ ശ്വാസം വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അന്ന് രാത്രിയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റിയത്. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേന്നാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം എൻ്റെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൂക്ക് ശരിക്കും നോസ് ബ്രോക്കണാണ്, പക്ഷേ നിങ്ങൾക്ക് 2 മൂക്കിൽ കൂടെയും ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത് തന്നെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു നോസ് ബ്രോക്കണായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ട് ഒരു ഡോക്ടറും തൊടേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ ഈശോയും മാതാവും എന്നെ തൊട്ട് സുഖപ്പെടുത്തി. ആ ഒരു തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പം ഞാൻ നോക്കി ആ ഞാനൊരു ഷോർട്സ് ഫ്രൈഡേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഷോർട്സിനകത്തുള്ള ഈശോൻ്റെ രൂപത്തിനകത്ത് ഈശോൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു വിങ്ങലുണ്ടായിരുന്നു. കറക്റ്റ് ആ സൈഡ് തന്നെയാണ് എൻ്റേതും ബ്രോക്കൺ ആയത്. അതെനിക്ക് മനസ്സിലായി. സഹനമായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു, ആരുമില്ല, ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും അവിടെ ചെന്നാലും നോക്കുന്നൊന്നുമില്ല. പക്ഷേ ആ സഹനത്തിൽ ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വം ഞാൻ ദർശിച്ചു. അത് സഹനമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയിട്ടില്ല. അതെൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു. ഞാൻ അവിടെ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോകും. എല്ലാവരോടും ഞാൻ പറയും, ആ തിരി ഞാനിങ്ങനെ ഒരു ചില്ലിൻ്റെ ഒരു ബോക്സിനകത്ത് എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ തിരി കാണിച്ചു കൊടുക്കും. എൻ്റെ മൂക്കിൽ ഇഞ്ചുറി ആയപ്പോൾ വന്ന് എൻ്റെ മൂക്ക് ഞാൻ കാണിച്ചു കൊടുക്കും, എൻ്റെ ഫേസിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും, ആ കണ്ട ഷോർട്സ് ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരുപാട് പേർക്ക് വിശ്വാസം കൂടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ മാസവും ഹൈദരാബാദിലുള്ള ഒരു ഓർഫനേജിലേക്ക് ഒരു അച്ഛൻ നടക്കുന്ന ഓർഫനേജാണ്, അവിടേക്ക് നമ്മളൊരു നിശ്ചിത എമൗണ്ട് അയച്ചു കൊടുക്കും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പേപ്പറാണ് മേടിച്ചുകൊണ്ട് പോയത്. പക്ഷേ എനിക്കറിയാം അവിടെയുള്ള എല്ലാ മലയാളീസിനും നമ്മുടെ കൃപാസന മാതാവിനെ അറിയാം, കൃപാസനത്തെ പറ്റി അറിയാം അവർക്ക്. പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്, ഇംഗ്ലീഷുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്നെ വഴക്കെങ്ങാനും പറഞ്ഞാലൊന്ന് പേടിച്ചിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഈ പേപ്പറും കൊണ്ട് പോയി. പക്ഷേ ഇത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മനസ്സിൽ നിന്ന് തന്നെ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ആരോ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് പോകുന്നത്, ഇന്ന് ഞാൻ ഈ പേപ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അടയാളം കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പേപ്പർ കൊടുക്കുള്ളൂ, ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ആ പള്ളിയിൽ പോയപ്പം എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഉടമ്പടി എടുത്തൊരു ഫാമിലി ആയിരുന്നു ഒന്ന് മുട്ടുകുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഇംഗ്ലീഷ് പള്ളിയിൽ പോയിട്ട് എത്രയും കാലം ഞാൻ ഇതുവരെ ഒരു ഉടമ്പടി എടുത്ത ഒരാളെ ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചി എന്നെ തിരിഞ്ഞ് നോക്കുമായിരുന്നു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ചേച്ചീൻ്റെ മാലയിൽ ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം കണ്ടു. അപ്പോൾ എനിക്കതൊരു അടയാളമായിട്ട് തോന്നി, മാതാവ് ഇന്ന് ഇവിടെ ഉടമ്പടി പേപ്പർ കൊടുക്കാനാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ അന്ന് ആ പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാർക്ക് ഞാൻ ഉടമ്പടി പേപ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഫാത്തിമയും ലൂർദും പോലെ ദൈവം ഉയർത്താൻ പോകുന്നൊരു സ്ഥലമാണ്, ഓൾറെഡി ഉയർത്തിയ സ്ഥലമാണ്, പക്ഷേ അത് വത്തിക്കാനിന് അപ്രൂവൽ മാത്രമേ കിട്ടാനുള്ളൂ, അതുപോലെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷുകാർക്ക് ഞാൻ ആ പേപ്പർ കൊടുത്തു. എല്ലാവരും വാങ്ങി. 1-2 ആൾക്കാർ മാത്രം വാങ്ങിയില്ല. അവർ പറഞ്ഞു അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ കൊടുത്തില്ല. ബാക്കി എനിക്കുണ്ടായിരുന്ന 20 പേപ്പറിനകത്ത് 17 പേപ്പറും ഞാൻ അന്ന് പള്ളിയിൽ കൊടുത്തു. ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ എന്നെ കയറ്റി നിർത്തിയ പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ UK വന്ന് ഞാൻ ഇന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. എൻ്റെ അമ്മേനെ പോലും കണ്ടിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. നേരെ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഫ്രഷായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ അൾത്താരെ നിൽക്കുവാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ UK ഉണ്ടായിരുന്നപ്പം ബെർമിഹാമിൽ വെച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് 2 ദിവസത്തെ ധ്യാനം കൂടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇവിടുത്തെ എല്ലാ ആഴ്ചത്തെയും ധ്യാനം കൂടുമ്പോൾ എനിക്കൊന്ന് നേരിട്ടൊരു ധ്യാനം കൂടാൻ ഒരു യോഗമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ആകെ കിട്ടുക എനിക്ക് 10 ദിവസത്തെ ലീവാണ്. ഈ 10 ദിവസത്തെ ലീവിൽ ഇവിടെ വന്നിട്ട് ആ കറക്റ്റ് ഡേയ്സിൽ വന്ന് എനിക്ക് ധ്യാനം കൂടാൻ പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷേ ആദ്യം ആ ധ്യാനം വാൽസിംഹാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വണ്ടിയില്ല, ലൈസൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒട്ടും പറ്റത്തില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ അത് വേഗം തന്നെ രജിസ്റ്റർ ചെയ്തു.